ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 14-ാം വാക്യം. ഇവനാണ് അവകാശി, വരൂ നമുക്കിവനെ കൊന്ന് അവകാശം നമ്മുടേതാക്കാം. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാര് അവകാശികളെ കൊന്ന് അവകാശം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നുണ്ട്. നമ്മളൊക്കെ വേലക്കാരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വചനഭാഗത്തിൽ എൻ്റെ ദൈവം എനിക്ക് നൽകുന്നത്. പലപ്പോഴും വേലക്കാരാവാതെ അവകാശികളാകാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളാണ് നമ്മൾ. സ്നേഹമുള്ളവർ, നമ്മളൊക്കെ ഈ ലോകത്തിൽ വെറും വേലക്കാരായിട്ട് ഒന്നും എൻ്റെ സ്വന്തമല്ല. എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ്. ദൈവം ദാനമായിട്ട് എന്നെ ഏൽപ്പിച്ചത് എന്തിനു വേണ്ടിയാ? കാത്തു സൂക്ഷിക്കാനായിട്ട്. വേലക്കാരനായിട്ട് നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചത് കാത്തു സൂക്ഷിച്ച് അവസാനം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനായിട്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ചത് അപ്രകാരം തന്നെ 100 മടങ്ങ് ഫലത്തോടുകൂടി അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ എനിക്ക് സ്ഥാനം കിട്ടുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം ഉണ്ടാവണം. പലപ്പോഴും വേലക്കാർ എന്ന ചിന്തയിൽ നിന്ന് മാറി ഉടമസ്ഥനാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ദൈവം തന്നതൊക്കെ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ജോലി, എൻ്റെ പണം, ഇവയൊക്കെ ഉപയോഗിച്ച് ഞാൻ നേടിയെടുത്തതാണ് എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കടക്കാറുണ്ട്. എപ്പോഴാണോ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത്, അപ്പോൾ അഹങ്കാരം ഉയരും കേട്ടോ. നമ്മൾ വലിയവരാണ് എന്ന് ചിന്തിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഒന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനം. ഒന്നും നിന്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, ദൈവം നിനക്ക് ദാനമായിട്ട് നൽകിയതാ. ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്തം എൻ്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണ്? ഉടമസ്ഥരല്ല, മറിച്ച് നമ്മൾ വേലക്കാരാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് കാത്തു പരിപാലിക്കാനായിട്ട് പറ്റണം. രണ്ടാമതൊരു കാര്യം കൂടെ എൻ്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവകാശപ്പെട്ടത് മാത്രമേ നീ നേടാവുള്ളൂ. മറ്റൊരുവൻ്റെ അവകാശം നേടിയെടുക്കാനായിട്ട് നീ പരിശ്രമിക്കും. ഈ വേലക്കാരൻ എന്താ ചെയ്തത്? ഈ ഉടമസ്ഥൻ്റെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഉടമസ്ഥനെ തന്നെ കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതാ. പലരുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കാനായിട്ട് പല ഊടുവഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. കള്ളത്തരങ്ങൾ കാണിച്ച് പല അവകാശങ്ങൾ നേടിയെടുക്കും. എന്തിനാ ഇത് നേടിയെടുക്കുന്നത്? എന്ത് പ്രയോജനമാണ് നമ്മുടെ ജീവിതത്തിൽ ഇവ കൊണ്ട് നമുക്കുണ്ടാവുന്നത്? സ്നേഹമുള്ളവരെ, ഒന്ന് മനസ്സിലാക്കണം. വളരെ ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ മറ്റൊരുവന് അവകാശപ്പെട്ടത് ഞാൻ നേടിയെടുക്കുമ്പോൾ, അവനെ പറ്റിച്ച് ഞാൻ നേടിയെടുക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ദൈവത്തിന് മുമ്പിൽ നമുക്ക് വിലയില്ലാതായി പോവുകയാണ്. മറ്റൊരുവൻ്റെ കണ്ണീര് കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സ്നേഹമുള്ള, അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അതുകൊണ്ട് ആരെയും പറ്റിക്കാനായിട്ടോ ആരുടെയും ജീവിതത്തിലെ അവകാശങ്ങൾ നമ്മുടെ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയോ ചെയ്യരുത് എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് പരിപോഷിപ്പിക്കുവാനായിട്ട്, അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ആരുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കുവാനായിട്ടോ അവരെ പറ്റിച്ച് നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ സമ്പാദിക്കുവാനായിട്ടോ ഒരിക്കലും പരിശ്രമിക്കുക. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥനാകുവാനായിട്ട്, നല്ല ഒരു വേലക്കാരനായിട്ട്, ദൈവത്തിന് പ്രിയപ്പെട്ട മകനായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.